എന്തായാലും സ്വർണ്ണപ്പാളി മോഷണ കേസിൽ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2 കേസുകളിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ രാവിലെ വസതിയിൽ നിന്ന് SIT കസ്റ്റഡിയിലെടുത്ത് 11 മണിക്കൂറോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പത്തനംതിട്ടയിലേക്ക് യാത്ര പുറപ്പെടും. റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സാരംഗ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. സാരംഗ്, പറയാം. ആര്യ, ഏതു നിമിഷവും ഇവിടെ നിന്നും പത്തനംതിട്ടയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7 മണിയോടുകൂടി ഇവിടുന്ന് കൊണ്ടുപോകുമെന്നായിരുന്നു നമുക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഇത് എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കണം. മാത്രമല്ല, ഈ ഒരു വലിയ വിവാദങ്ങൾ മറ്റും നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾക്കടക്കം സാധ്യതയുണ്ട്. കാരണം ഈ ഒരു മറ്റ് പ്രതിപക്ഷ പാർട്ടികളും BJP അടക്കമുള്ള നേതൃത്വം ഈ ഒരു വിഷയത്തിൽ വളരെ ഈ ഒരു ജനകീയ വിഷയമായി ഇതിന് ഉയർത്തിക്കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഒരു അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊന്നും ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാതെ കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനായിരുന്നു ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. നിലവിൽ ഇപ്പോൾ SP ശശിധരൻ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. തുടർന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെ നിന്നും മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ഒരു ദിവസത്തോളമായി ഇവിടെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ചോദ്യം മുഴുവനായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പോലീസ് വാഹനമടക്കം ഇവിടെ തയ്യാറായി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏത് നിമിഷവും ഇവിടെ നിന്നും ഇറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ, സാരംഗ, ഒരുപക്ഷെ ഈ പ്രതിഷേധങ്ങളൊക്കെ കണക്കിലെടുത്താകാം നമ്മൾ ഇന്ന് അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ് എങ്കിൽ പോലും ഇത്രയും പുലർച്ചെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അതിരാവിലെ തന്നെ ഈ നീക്കങ്ങളിലേക്കൊക്കെ കടക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഒരുപക്ഷെ ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ റാന്നിയിലേക്ക് എത്തുക എന്നതായിരിക്കാം ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന്റെ നീക്കം, അല്ലേ? തീർച്ചയായും ആര്യ, കാരണം ഇതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത വളരെ അധികമുണ്ട്. കാരണം ഇത് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സെക്രട്ടേറിയറ്റിനും മറ്റും തലസ്ഥാനത്തും കേരളത്തിൽ ഉടനീളം വലിയ പ്രതിഷേധങ്ങൾക്ക് ഈ ഒരു സ്വർണ്ണപ്പാളി വിഷയം കാരണമായിരുന്നു. ഈ ഒരു സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമായിട്ട് അത് പ്രതിപക്ഷമടക്കം ഏറ്റെടുത്തതുകൊണ്ട് ഈ ഒരു പ്രതിഷേധം, അതായത് ഈ ഒരു BJP നേതൃത്വം അടക്കം ഈ ഒരു പ്രതിഷേധ പരമ്പരയായിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു. മാത്രമല്ല, ഇതൊരു വലിയ വിശ്വാസികളെ ബാധിക്കുന്ന ഒരു വിഷയമായി കൊണ്ട് തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് വലിയൊരു വിശ്വാസ സമൂഹത്തെ ഈ ഒരു വിഭാഗവുമായി ഈ ഒരു വിഷയവുമായി ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമം ഈ ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും BJPയുടെ അടക്കം ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തന്നെ പുലർച്ചെയാണ്. മാത്രമല്ല, ഈ ഒരു മെഡിക്കൽ അടക്കം നടത്തിയതും ഈ ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പരമാവധി ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാതെയുള്ള ഒരു അന്വേഷണം, അതാണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇത് പ്രത്യക്ഷത്തിലുള്ള ഒരു അന്വേഷണം, അതായത് ജനങ്ങളിലേക്ക് ഈ ഒരു പ്രതിഷേധത്തിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്താൽ അത് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക സർക്കാരിനെ ആയിരിക്കും. മാത്രമല്ല, ഈ ഒരു അന്വേഷണത്തെ തന്നെ അത് ബാധിച്ചേക്കാം. ഒരു ജനകീയ ഒരു വിശ്വാസ സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് ഇത്രയും വൈകി നടത്തിയതും തുടർന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഈ ഒരു അന്വേഷണ സംഘം കടക്കാൻ കാരണമായത്. ആര്യ, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. സാരംഗിലേക്ക് മടങ്ങിയെത്താം.